1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. അവിട്ടത്തിന്റെ അന്ന് പൂജയും മന്ത്രമൊക്കെ കഴിയുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവുന്ന മന്ത്രവാദി പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പേ മരിച്ചയാള് ആരുടെയും കഴുത്തിന് പിടിച്ച് ഞെക്കാതെ നോക്കിക്കും. ഇന്ന് ഉത്രാട രാത്രി ആയതുകൊണ്ട് ഒരാളിന്റെയും കൂടി ഉറക്കം കളയാനുണ്ട്. ആരുടെ? വാമദേവൻ. അവരൊക്കെ കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്തതൊക്കെ ഓർത്ത് നോക്കിയാൽ നിങ്ങളിപ്പൊ കാണിക്കുന്നൊന്നും അധികമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇനി നമ്മൾ ഈ ഉത്രാട രാത്രിയില് കൊട്ടും മേളമൊക്കെ ആയിട്ട് സാറിന്റെ അമ്മാവന്റെ വീട്ടിലോട്ട് പോവാൻ പോവാ. ആ വാനരന്റെ. അല്ല, ഇന്നത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടെ നാളെ ഉച്ചയോണ്ടിന്റെ സമയമാകുമ്പോ ഞാനങ്ങ് പോകും കേട്ടോ. അത് കൊള്ളാലോ. ഓണസദ്യ കഴിക്കാതെ പോവാനോ? ആദ്യം അങ്ങനെ തന്നെയാ ചേച്ചി. എല്ലാ തിരുവോണത്തിനും ഇവൻ എങ്ങോട്ടോ മുങ്ങാറുണ്ട്. പിന്നെ രാത്രിയിലെ തിരിച്ചു വരൂ. അതെങ്ങോട്ടാ മാർക്ക പോകുന്നേ? അങ്ങനൊന്നുമില്ല. ഓണസദ്യ ഒരുക്കി ഒരാളെന്നെ കാത്തിരിക്കുമെന്ന് കൂട്ടിക്കോ. അതാരാണെന്നല്ലേ നിന്നോട് ചോദിച്ചത്? എല്ലാ ഓണത്തിനും ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഓണം ഒഴിച്ച് മറ്റേത് ദിവസം വരാമെന്നാണ് പറയാറുള്ളത്. ആരെ മാർക്കോ നിന്നെ കാത്തിരിക്കുന്ന? അതൊന്നും പറയാൻ പറ്റത്തില്ല സാറേ. എന്നാ പിന്നെ വാലോപ്പസ. മാർക്കയോ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ. സാരമില്ല, നമുക്കത് കണ്ടുപിടിക്കാം. അതെ, ഓരോന്ന് വെറുതെ ചിന്തിച്ചോണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓണമായിട്ട് രാവിലെ പോകേണ്ടതല്ലേ പെങ്ങടെ വീട്ടിലേക്ക്? അല്ല, കണ്ണൻ തിരിച്ചു വന്നതിന് ശേഷം മഹാലക്ഷ്മിയെ കാണാനില്ലാത്തതിന്റെ പേരില് അവൻ എന്തൊക്കെ പുകിലുണ്ടാക്കുമെന്ന ഞാൻ ആലോചിച്ചോണ്ടിരുന്നേ. മഞ്ജു പറയുന്ന പോലെ അത്ര പെട്ടെന്ന് അവനെ ഇനി പഴയ കണ്ണനാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാ എനിക്കും തോന്നുന്നത്. എന്നു മാത്രമല്ല, ഇവിടെ ഒരുത്തി സമയമായപ്പോ കാല് മാറിക്കൊണ്ടിരിക്കുക. മഞ്ജുന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അവക്കിപ്പോ അവളുടെ ഏട്ടത്തിയോട് കുറച്ച് സ്നേഹമൊക്കെ കൂടുന്നുണ്ട്. ആ സ്നേഹം വരാൻ കാരണം നീയാ. ഏത് നിമിഷവും നീ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ കുറ്റപ്പെടുത്തലൊന്നുമില്ല. ഇനി സ്വത്തൊന്നും കിട്ടിയില്ലെങ്കിലേ അവളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, ചിലപ്പോ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് അതൊന്നും എളുപ്പമല്ല സീമന്തിനി. നീ അത് മനസ്സിലാക്കി വെച്ചോ. ആ മതി മതി മതി. എന്നാ പിന്നെ വാ, വന്ന് കിടക്കാൻ നോക്ക്. വാ. ആരാ ഈ നേരത്ത്? വാ നോക്കാം. അയ്യോ, നോക്കാനോ? പ്രേതവും ഭൂതവും ഒക്കെ ഇറങ്ങി നടക്കുന്ന സമയോ? ഈ നേരത്ത് പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. ദേ കേട്ടില്ലേ, ഓണാഘോഷമായിട്ട് ഏതോ ക്ലബ്ബുകാര് കരടി കളിയായിട്ട് വന്നിരിക്കുക. കരടിയായാലും പുലിയായാലും അങ്ങോട്ട് പോകണ്ട വാമേട്ടാ. മേഘനൊന്നും ഇവിടെ ഇല്ലാത്തതാ. എനിക്കൊരു പ്രേതത്തെയും ഭൂതത്തെ പേടിയൊന്നുമില്ല. ഇനി നമ്മളും കൂടി അവളെ കാണാനുള്ളൂ. ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞു. എന്നാ പിന്നെ നമ്മളായിട്ട് മാത്രം എന്തിനാ ബാക്കിയാവുന്നേ? വാ നോക്കാം അവളെ കാണാൻ പറ്റുമെന്ന്. വാ. എന്തൊക്കെയാ വാമേട്ട ഈ പറയുന്നേ? നീ ഇങ്ങോട്ട് വാടി. എന്റെ ഒപ്പമല്ലേ വരുന്നത്, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? എന്തായാലും പ്രതാപൻ അയാളുടെ വീട്ടിൽ മന്ത്രവാദം നടത്താൻ തീരുമാനിച്ചു. ഇനിയിപ്പോ അവരൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ താനെ ആത്മാവ് ഒഴിഞ്ഞു പൊക്കോളൂന്നേ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പോരെന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്കത് ആരാണെന്ന് നോക്കാതെ പറ്റത്തില്ല. നീ വാ. എന്നാ പിന്നെ ജനാലയിലൂടെ നോക്കിയിട്ട് പുറത്തിറങ്ങിയാ മതി. അതെന്താണെന്ന് വെച്ചാ ചെയ്യാം. നീ വാ.
എന്നോടാണ് കളി. ഞാനിത് ഒരുപാട് കണ്ടതാ. പാടി ഇങ്ങോട്ട്. ദേ ഈ നേരത്തൊന്നും കഥക് തുറക്കണ്ട വാങ്ങട്ടാ. എല്ലാ വർഷവും ഇതുപോലെ പുലികളിയും കരടികളിയും ഒക്കെ വരാറില്ലേ? ആ, ഞാൻ ജനാല വഴി നോക്കാം. അതെ, എടി പുലികളിയും കരടികളിയാ. നീ പോയിട്ട് ഒരു 100 രൂപ എടുത്തിട്ട് വാ. ഓണമല്ലേ, എന്തായാലും പോയി ആഘോഷികളെ. കെട്ടിയ ആളാണോ? കെട്ടിയ ആളാ. എന്താ എന്താ പറ്റിയേ? മോളെ, നീ പോയി വെള്ളം എടുത്തിട്ട് വാ. വാമേട്ടാ, കണ്ണു ഉറക്ക്. വാമേട്ടാ, 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 വാമേട്ടാ. അയ്യോ വാമേട്ടാ, വാമേട്ടാ. വാമേട്ടാ, അയ്യോ ഇത് ഞങ്ങളാ. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? കണ്ടു, ഞാൻ കണ്ടു. എന്ത്? പുലിക്കളിക്കിടയിലൂടെ പെൺപുലിയുടെ ആത്മാവിനെ. അയ്യോ കണ്ടടി, കണ്ട് ഞാനും മഹാലക്ഷ്മിയെ ഞാനും കണ്ടടി. പുലി കളിക്കാൻ വന്നവരൊന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ കാണാനാ? അവരെല്ലാം ആത്മാക്കളാ.
ഇത്തവണത്തെ ഓണത്തിന് മരിച്ചു പോയവരാ കൊട്ടും കുറവായിട്ട് വന്നത്. അവരെ മഹാലക്ഷ്മിയാ വിളിച്ചോണ്ട് വന്നത്. അച്ഛൻ ശരിക്കും കണ്ടോ? കണ്ടു മോളെ, കണ്ടു. വ്യക്തമായിട്ട് ഞാൻ അവളെ കണ്ടു. എനിക്കിനി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. എന്നാ നീ ഞങ്ങളുടെ മുറി കിടന്നോ. ഞാൻ ഇങ്ങേരോട് പറഞ്ഞതാ, പല രൂപത്തിലും ഭാവത്തിലും ആത്മാക്കൾ വരുന്നത് കൊണ്ട് വാതിൽ തുറക്കണ്ടാന്ന്. എന്നിട്ട് കേട്ടില്ല. അനുഭവിച്ചോ? അവളുടെ ആ ചിരിച്ചോണ്ടുള്ള മുഖം മനസ്സിന്ന് പോകുന്നില്ല സീമന്തിനി. ഇനി ഞാനും മോളും കൂടിയേ കാണാനുള്ളൂ, അല്ലാതെ എല്ലാവരും കണ്ടു. പ്രതാപനങ്ങളുടെ വീട്ടില് അവിട്ടത്തിന്റെ അന്ന് മന്ത്രവാദം നടത്തുന്നുണ്ടല്ലോ. അതിനുശേഷം ചിലപ്പോ പ്രേതത്തിന്റെ ശല്യം ഉണ്ടാവത്തില്ലായിരിക്കും. നാളെ ഓണം കൂടെ കഴിയണം, എന്നിട്ട് അവിടെ പൂജയും മന്ത്രവാദവും നടക്കൂ. നാളെ ഓണമായിട്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. അയ്യോ, അവളെ പോലെ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരുത്തിയെ വെറുതെ കത്തിച്ച് കളയണ്ടായിരുന്നു. നമ്മുടെ മോന എല്ലാത്തിനും മുന്നേ നിന്നത്. അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മനുഷ്യ? ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പൊ ആത്മാവിന് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. മന്ത്രവാദം തന്നെ ശരണം. എന്നാലും ആ കൊട്ടുമേളം എവിടെ പോയി? അത് നേരടാ. വാമേട്ടനും കൂടിയേ അവളെ കാണാനുണ്ടായിരുന്നുള്ളൂ. അങ്ങേരും കണ്ടത് ഇപ്പൊ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ കൊട്ടിവിടെ എത്തിയല്ലോടാ. അതിനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ലല്ലോ അമ്മയെ കൊട്ടുന്നേ, മരിച്ചവരല്ലേ. അപ്പൊ പിന്നെ അവർക്ക് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റൂലേ അമ്മേ? അത് നേരാ. കൊട്ട് കേട്ടില്ലേ? പിന്നെന്താ വാതില് തുറക്കാത്തത്? ഞാൻ തുറക്കാം. തുറക്കരുത്, അബദ്ധം കാണിക്കരുത് നീ. അതെന്താ അങ്ങനെ? എല്ലാ വർഷവും പുലികളെയും കരടികളെയും ഒക്കെ വരാറുള്ളതല്ലേ. ഇത്തവണ വന്നിരിക്കുന്ന പുലികളെ കടിച്ചു കീറും, കരടികളും മാന്തി കൊല്ലും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലാണ് അവര് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി കേടുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. നാളെ തിരുവോണമാണ്. ഇത്തവണത്തെ ഓണത്തിന് എന്റെ മോൾ എന്റെ അരികിലില്ല. അടുത്ത ഓണത്തിന് ആരൊക്കെ നിന്റെ അടുത്ത് കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാ ഞങ്ങളെയൊക്കെ ഓണം ഉണ്ണിക്കത്തില്ലെന്ന് പറഞ്ഞ് നടക്കുക ചിലരൊക്കെ. ആരെ ഈ ചിലര്? എന്താ? തുറക്കരുത്, തുറക്കരുതെന്ന്. ജനല പോലും തുറന്നു നോക്കരുത്. അതിന് വന്നവര് പോകുന്നില്ലല്ലോ. അവര് ചെണ്ട കൊട്ടി കൈ കഴക്കുമ്പോ പോയിക്കോളും. പ്രേതങ്ങൾക്ക് കൈ കഴക്കോടാ? എനിക്കറിയില്ല അമ്മേ, അത് ഞാൻ ചത്ത പ്രേതമായല്ലേ എനിക്കറിയാൻ പറ്റൂ. എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നുമില്ല. നീ ഒന്ന് അകത്ത് പോയി കിടന്ന് ഉറങ്ങിയ മോനി. ചെല്ലു മോഹിനി. എന്റെ മോളെ കത്തിച്ചു തീർത്തെന്നും പറഞ്ഞ് നടക്കുമല്ലേ. എല്ലാത്തിനെയും വെറുതെ വിടില്ല. നോക്കിക്കോ. ഓണത്തിന് പാല് പൂക്കോ അമ്മേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല,
മുറിക്കകത്ത് ഒരുതരം പാലപ്പൂവിന്റെ വല്ലാത്ത ഗന്ധമായിരുന്നു. മുറിക്കകത്തായിരുന്നോ? അതെ, ഇടയ്ക്ക് പാലപ്പൂവിന്റെ ഗന്ധം ഇങ്ങനെ മൂക്കിനകത്ത് തുളച്ചു കയറുന്നത് പോലെയായിരുന്നു. അമ്മയ്ക്ക് വന്നേ. ഇവളുടെ മുറിക്കകത്തും അവള് കയറിയെന്നാ തോന്നുന്നേ. ഇതിന്റെ അകത്ത് കയറി കാണുമോ? അല്ല, ഇവളുടെ പെരുമാറ്റത്തിനകത്തൊരു മാറ്റം തോന്നില്ലേ? അതെ. എന്താ നിങ്ങൾ രണ്ടും എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. എന്നാ പിന്നെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി രണ്ടാളും. നാളെ രാവിലെ തന്നെ കുട്ടികൾ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് ഉണ്ണിയും കരുണയും. വരട്ടെ, എല്ലാരും വരട്ടെ. മറ്റന്നാളത്തെ പൂജയും മന്ത്രവാദമൊക്കെ കഴിയാതെ ഒന്നും ശാന്തമാവത്തില്ല. അത് കഴിയുന്നോടെ നിന്റെ മൂത്ത മോളും വരും മോഹിനി. എന്റെ മോള് നാളെ വരും. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. അവള് മരിച്ചത് ഒന്ന് ആഘോഷിക്കാൻ പോലും പറ്റുന്നില്ലോ അമ്മേ. ഇനി ആഘോഷിക്കാൻ വേണ്ട, സന്തോഷിക്കാൻ വേണ്ട. അവൾ ഒഴിഞ്ഞു പോയെന്നു ഉറപ്പിച്ചാ മതി. അന്ന് ഉണ്ണിയുടെ വീട്ടിൽ പോയി കേക്ക് മുറിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. എന്തായാലും അവളുടെ ആത്മാവ് ഇറങ്ങി നടക്കുന്നില്ലെന്ന് ഇനി ആർക്കും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാ അവളുടെ ശത്രുക്കളെല്ലാരും അവളെ കണ്ടു കഴിഞ്ഞു. ഇനി ആ കൂട്ടത്തില് രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളൂ കാണാൻ. എന്റെ ഈശ്വര, കരുണമോളെ നിങ്ങാനും കണ്ട് പേടിച്ചു കഴിഞ്ഞ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാ എന്റെ പേടി. കൊട്ടു നിർത്തി. കൊട്ടൊക്കെ നിലച്ചു. ഇനി പോയി അങ്ങ് കിടക്കാം. ശല്യം ശല്യം. അതെ, പിന്നാമ്പുറത്ത് കേൾക്കുന്ന കൊട്ട്. അയ്യോ, വാമേട്ടനും കൂടി അവളെ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വാമേട്ടനും കണ്ടു. കൊട്ട കേൾക്കുന്നു. ഇനി ഇങ്ങോട്ടെങ്ങനെ വന്നു കാണുമോ? എന്റെ വീട്ടിലും കൊട്ട് കേട്ടെന്നാ പറഞ്ഞത്. മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങനെ ഉറങ്ങാനാടാ? ഭയപ്പെടുത്തി കൊന്നേ അടങ്ങൂന്ന് പറഞ്ഞ് നടക്കല്ലേ ഒരുത്തി. ഞാനും മഞ്ജുവും ഇതുവരെ അവളെ കണ്ടിട്ടില്ല. അങ്ങനെ പറയണ്ട. കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നടന്നവരാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അവരെ സ്നേഹിക്കുന്നവരൊന്നും അവര് ശല്യം ചെയ്യില്ല. അതുകൊണ്ടാ നീ നിന്റെ അമ്മയോടൊപ്പം കിടന്നപ്പോ നിനക്ക് അവരുടെ ശല്യം ഇല്ലാതിരുന്നത്. എടാ, ഇവിടെ വെച്ചിരിക്കുന്ന അവളുടെ അയ്യപ്പ വിഗ്രഹത്തിന് പോലും ഉണ്ട് ശക്തി. പൂജാമുറിയിൽ കയറാൻ എനിക്കിപ്പോ പേടിയായി തുടങ്ങി. നാളെ ഓണമായിട്ട് പോലും വിളക്ക് കൊളുത്തണ്ടെന്നാ ഞാൻ കരുതുന്നത്. ഉറങ്ങാൻ നോക്കമ്മേ. ഞങ്ങൾക്ക് നേരം പുലരുന്നതിന് മുമ്പ് ഇവളുടെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? മോനെ, നേരം പുലർന്നിട്ട് പോയാ പോരെ? രാവിലെ അമ്പലത്തിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഇവള് കൂടെ ഉള്ളപ്പോ ഇവളുടെ ചേച്ചി ശല്യം ചെയ്യില്ലാമേ. അല്ലെങ്കിൽ ഇപ്പൊ ഇവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതല്ലേ? ഓണമായിട്ട് അവള് മരിച്ച സന്തോഷത്തിൽ ഓണം ഉണ്ണാവെന്ന് കരുതിയതാ.
ഇതിപ്പോ നെഞ്ചടിപ്പ് കൂടി കൂടി അതെപ്പോഴാ നിലയ്ക്കുന്നെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയില. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ ഉറങ്ങാൻ നോക്ക്. ഞാനേ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താ പിടിച്ചിരിക്കുന്നത്. അപ്പോഴും ശിവായ ഓം നമഃ 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 ശിവായ. ആ വിട്ടത്തിലെ നമ്മൾ ജീവനോടെ കാണുമേ. അതാ എന്റെ പേടി. മോഹിനി പാലപ്പൂവിന്റെ ഗന്ധം മണത്തുന്ന് പറഞ്ഞവിടെ ഉള്ള സ്വസ്ഥോടെ പോയി കിട്ടി. ഒരു കാര്യം ഉറപ്പാടാ പ്രതാപ, അവളെ ഒഴിപ്പിച്ചുവിടാൻ ഇതുവരെ ചെയ്യാത്ത മന്ത്രവാദമൊക്കെ മന്ത്രവാദി ചെയ്യേണ്ടി വരും. അത് മാത്രമാണോ, ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടല്ലേ അവള് പോയിരിക്കുന്നേ. അവൾക്കൊരു ദാമ്പത്യം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടന്നിട്ട് എല്ലാ പെൺകുട്ടികൾക്കും കിട്ടുന്ന പോലെ ഒരു കുടുംബ ജീവിതം അവൾക്കും കിട്ടുമെന്ന് അവള് സ്വപ്നം കണ്ട് നടന്നിരുന്നതാ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരും മരിച്ചാലേ അത് സാധിച്ചെടുക്കാൻ അവരുടെ ആത്മാക്കള് അലഞ്ഞു തിരിഞ്ഞു നടക്കുമെന്നാ പറയുന്നത്. ഈ നാട്ടിൽ ഇത്രയും നായ്ക്കൾ ഉണ്ടായിരുന്നു. അതിപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. നായ്ക്കള് മാത്രമല്ല, അവള് മരിച്ചതിന് ശേഷം നാട്ടിലിറങ്ങിയിട്ടുണ്ട് കരികള്. എന്നാ പിന്നെ നീ കിടന്നോ. അമ്മ കിടക്ക്, എനിക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ലേ. ഓ, എനിക്കും അങ്ങനെ തന്നെയാ. ഇതുപോലൊരു ഉത്രാട രാത്രി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ പ്രതാപ. നീ കിടന്നോ. എന്റെ ഭഗവാനെ, ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സന്തോഷത്തോടെ തന്നെ നാളെ ഉണ്ണിയുടെയും കരണമോളുടെയും ഒപ്പം ഇരുന്ന് ഓണസദ്യ ഉണ്ടായിരുന്നു. ഇതിപ്പോ ആദ്യോടെ വേണമല്ലോ സദ്യ കഴിക്കാൻ. 5 മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാമെന്ന് കരുതിയതാ. പിള്ളേരും ആ നേരത്തെ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ. പക്ഷേ സൂര്യൻ ഉദിക്കാതെ ഞാൻ ഈ വീടിന് പുറത്തോട്ടിറങ്ങത്തില്ല. എന്റെ അമ്മോ, ഇരുട്ടിനെ ഇത്രയും പേടിച്ച സമയങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്റെ ഭഗവാനെ. ഭഗവാനെ, അമ്മ കിടക്കല്ലേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എന്നാ പിന്നെ ഞാൻ പോസിരിക്കാം. അമ്മ കിടക്കല്ലേ. ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ. ദൈവമേ, അറിഞ്ഞു പ്രാർത്ഥന. അമ്മയ്ക്കൊപ്പമുള്ള ഓണം മിസ്സായല്ലേ? എന്നാലും കുഴപ്പമില്ല. ഈ ഓണത്തിന് ഞാൻ കണ്ണേട്ടനൊപ്പമല്ലേ വേണ്ടത്. എന്നാലും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെന്ന് താൻ പറഞ്ഞല്ലോ. ആ, രാവിലെ എത്ര മണിക്കാ പോകുന്നേ? ആ, 3 മണിക്ക് തന്നെ പോണം. നേരം പുലരുന്നതിന് മുമ്പ് തിരിച്ചെത്തണം. ഞാൻ നേരത്തെ വിളിച്ചപ്പോ അമ്മയോട് തിരുവോണാശംസകൾ പറഞ്ഞായിരുന്നു. എങ്കിലും നേരിട്ട് കാണുമ്പോ പറഞ്ഞേക്ക്, അടുത്ത ഓണത്തിന് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാന്ന്. അന്ന് കണ്ണേട്ടന് ആരുടെ സഹായമില്ലാതെ നടക്കാൻ കഴിഞ്ഞ അതിനപ്പുറം ഒരു ഓണ സമ്മാനം അമ്മയ്ക്ക് വേറെ കൊടുക്കാനില്ല. ആദ്യം ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്ന തോമസാറും ആ കാര്യത്തിൽ ഇപ്പോ വലിയ പ്രതീക്ഷയില്ല. കണ്ണേട്ടന് പ്രതീക്ഷയില്ലേ? തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോ എനിക്ക് കൂട്ടിനൊരാള്, അത് മാത്രമായിരിക്കും നമ്മുടെ ദാമ്പത്യം എന്നാ കരുതിയത്. പക്ഷേ ഇപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ചെറുതായിട്ട് ചിറക് മുളയ്ക്കുന്നുണ്ട്. ഞാനിപ്പോ താനും ഒന്നിച്ചുള്ള നല്ലൊരു കുടുംബജീവിതവും കുഞ്ഞുങ്ങളെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം നടക്കും കണ്ണേട്ടാ. അതെന്നോട് തറപ്പിച്ച് പറഞ്ഞത് ആ പ്രവചനങ്ങൾ നടത്തുന്ന അമ്മയാ. ഒന്നല്ല
2 കുട്ടികളാണെന്നാ ആ അമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ കരുതിയത് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ തനിക്ക് 1-2 കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാ. അതിനിപ്പോ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടത് കണ്ണേട്ടന്റെ കുഞ്ഞിനെയാ. അങ്ങനെ ഒരു ദിവസം വരുവാണെങ്കിൽ പിന്നെ നമ്മൾ പറക്കും. ആനന്ദോനും ലേയയ്ക്കും പിന്നെ റിയാസിനും അവന്റെ വൈഫിനും ഒക്കെ ഒപ്പം ജർമ്മനിയിലേക്ക്. എങ്കില് നമ്മൾ ഈ ലോകം മൊത്തം ഒന്ന് ചുറ്റോടും. എനിക്കങ്ങനെ ലോകമൊന്നും ചുറ്റണമെന്നില്ല. വീൽചെയറിന് സഹായം ഇല്ലാതെ നടക്കുന്ന കണ്ണേട്ടന്റെ കൈ കോർത്ത് പിടിച്ച് നടക്കണമെന്നാ എന്റെ ആഗ്രഹം. ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്ന എനിക്ക് അത് തന്നെ എന്റെ സങ്കല്പത്തിനപ്പുറമാ. ദേ, ഇത് നമ്മുടെ ആദ്യത്തെ ഉത്രാട രാത്രിയാ. അതെ, അകത്ത് മഹിയുടെ പ്രേതത്തെ കണ്ട് പേടിച്ചവരുണ്ട്. അവരൊന്നും മഹിയെ കാണണ്ട. കണ്ടാലും പ്രേതമാണെന്ന് കരുതി ബോധം കെട്ട് വീണോളും. ആ സമയത്ത് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് മഹാലക്ഷ്മി ഇങ്ങ് പോര്. ഈ സമയത്ത് മുത്തശ്ശിയും കരുണയുടെ അച്ഛനൊന്നും ഉണരാറില്ല. അല്ല, ഓണായതുകൊണ്ട് ഇനി അമ്പലത്തിൽ പോകാനോ മറ്റോ ഉണർന്നാലോ? അങ്ങനെ ഉണരത്തില്ല സാറേ. ഇപ്പൊ അവർക്കൊക്കെ ഇരുട്ടിന്റെ പേടിയായിരിക്കും. ദേ, സമയം 3:30 ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ സമയത്തെയാ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ആത്മാക്കള് മാത്രമല്ല, കള്ളന്മാരും ഇറങ്ങി നടക്കുന്ന സമയമാണ്. 3 മണി കഴിഞ്ഞിട്ടാ പലയിടത്ത് മോഷണം നടക്കുന്നത്. അതുമായി ബന്ധമുള്ളവർക്കല്ലേ അതേപ്പറ്റി അറിയാൻ പറ്റൂ. സാറേ, നമ്മളിങ്ങനെ മോഷണമായിട്ട് നടക്കാറില്ല. പിന്നെ ഈ സമയത്ത് പലപ്പോഴും അമ്പലനടയിലും റോഡരികിലൊക്കെ കിടന്നുറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങിയതുകൊണ്ടാ ഒരു ദിവസം മഹാലക്ഷ്മി ആപത്തൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. അന്നേ ഗുണ്ടകളെ ആക്രമിക്കാൻ വന്നപ്പോൾ കാര്യം ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. അമ്മ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് എന്നെയും പ്രതീക്ഷിച്ച് പുറത്ത് നിൽക്കായിരിക്കും. എന്തായാലും അമ്മയെ കണ്ടു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞല്ലേ വരത്തുള്ളൂ. ചിലപ്പോ ഉടനടി ഇങ്ങ് വരും. എന്തായാലും ഓണമായിട്ട് അമ്മയെ കാണാൻ പോവല്ലേ, കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ടൊക്കെ വന്നാ മതി. ആ സമയത്ത് ഇവിടെ അടുത്തൊരു തട്ടുകടയുണ്ട്. നമുക്കൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് നിൽക്കാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ മഹി. ശരി. ഞാനേ ഗേറ്റിനകത്തേക്ക് വരാം. മഹാലക്ഷ്മി അകത്തേക്ക് കയറുന്ന ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത് നല്ലതാ. അമ്മ സിറ്റൗട്ടിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഒന്നും പേടിക്കാനില്ലല്ലോ. ഇല്ല. എന്നാ പിന്നെ നമുക്ക് പോവാം. ശരി. മോള് വരൂന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്റെ വക ഓണക്കോടി. അയ്യോ, ഇതൊക്കെ കൊണ്ടാണ് മോള് വന്നത്? എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് വില കൂടിയ ഓണക്കോടി തന്നെ കൊടുക്കണമെന്ന് കണ്ണേട്ടൻ തറപ്പിച്ച് പറഞ്ഞായിരുന്നു. അമ്മേ,
അയ്യോ, ഇതിന് ശരിക്കും പൈസയായി കാണുമല്ലോ മോളെ. പിന്നെ വെറുതെ കിട്ടുവോ? ആ, മോളെ അകത്തേക്ക് വാ. വാ. കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. 4 മണിയാകാൻ പോകുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോളെ വാ. മോളെ വാ. വാ. ദേ, ഇത് മോൾക്കുള്ളതാ. എനിക്കോ? നോക്കട്ടെ. കമ്മലാണല്ലോ. ഈ സ്വർണ്ണവില കൂടിയിരിക്കുന്ന സമയത്ത് എന്തിനതൊക്കെ വാങ്ങിയത്? അന്ന് അനന്തു തന്നുവിട്ട നെക്ലേസ് മോൾ എനിക്കല്ലേ തന്നത്. അപ്പോ ഓണമായിട്ട് ഞാൻ എന്തെങ്കിലും മോൾക്ക് തരണ്ടേ? എന്നാ പിന്നെ അമ്മ തന്നെ ഇതിന്റെ കാതിലിട്ടതാ. അതെ, കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. അവരുണരുന്നതിന് മുമ്പ് പൊയ്ക്കോട്ടോ. എന്നെ പറഞ്ഞുവിടാൻ ധൃതിയായോ അമ്മയ്ക്ക്? ഓണമായിട്ട് മോൾക്ക് സദ്യ വിളമ്പി തരാൻ പറ്റാത്തതിന്റെ നല്ല വിഷമമുണ്ട് എനിക്ക്. പിന്നെ സാഹചര്യം എതിരായി പോയില്ല മോളെ. ആ, ഇനി ആ കമ്മലിട്ടെ. ഈ നാടകം അവസാനിപ്പിക്കണ്ടേ മോളെ? ഭയപ്പെടുത്തേണ്ടവരെല്ലാം ഭയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ആ വേഷം അഴിച്ചു വെക്കണം. ഞാൻ മരിച്ചു എന്ന് ഉറപ്പിച്ചവരുടെ മുന്നിലേക്കാ ഞാൻ കടന്നു വരാൻ പോകുന്നത്. അതെത്രത്തോളം അവരെ തകർക്കുമെന്ന് പറയാൻ പറ്റില്ല. അവരാരും അടങ്ങിയിരിക്കില്ല മോളെ. അടങ്ങിയിരുന്നില്ലെങ്കില് അവർക്കൊക്കെ തന്നെയാ കോട്ടം തട്ടാൻ പോകുന്നത്. ഇപ്പൊ കണ്ണേട്ടനും എനിക്കും കരുത്തായിട്ട് അനന്തുവേട്ടൻ മാത്രമല്ല, മാർക്കോയും മാർക്കോയുടെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവരൊന്നും അത്ര നിസ്സാരക്കാരല്ലെന്ന് ഞങ്ങളുടെ ശത്രുക്കൾക്കും അറിയാം. ആ, ഇനി കണ്ണാടിയുടെ മുന്നിലൊന്ന് പോയി നോക്കിയ മോളെ. വാ. എന്നെ മനസ്സിൽ കണ്ടു തന്നെയാ അമ്മ ഇത് വാങ്ങിയത്. നല്ല ഭംഗിയുണ്ട്. ആ, എന്തായാലും വന്നതല്ലേ മോളെ. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ 2 ദോശയെങ്കിലും കഴിച്ചിട്ട് പോ. ഇന്നലെ തന്നെ വടയും കൊഴലപ്പവും അച്ചപ്പവും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ കഴിക്ക്, എന്നിട്ട് പോയാ മതി. അല്ല, ആരെങ്കിലും എന്നെ കാണുമെന്നാ? എന്തായാലും ഒരു 7 മണി കഴിയാതെ കരുണയുടെ അച്ഛൻ എഴുന്നേക്കില്ല. പിന്നെ പേടിക്കേണ്ടത് അവളുടെ മുത്തശ്ശിയാ. അവരൊരു 6-6:30 ആവും. മോള് വാ. എന്റെ അമ്മച്ചി, അയ്യോ, ഇവനിവിടെ ആയിരുന്നല്ലോ കിടന്ന്. പേടിച്ചു പോയി. എന്റെ ഭഗവാനെ. അകത്ത് പാത്രങ്ങളൊക്കെ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. സമയം എത്ര ആയോ എന്തോ. എന്റെ ഭഗവാനെ. എന്റെ അമ്മച്ചി, 4 മണി. ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. അതിനു മുമ്പ് എഴുന്നേൽക്കുകയും ചെയ്തല്ലോ. ഇപ്പൊ എന്തായാലും പ്രേതവും ഭൂതവും ഒന്നും വരത്തില്ലായിരിക്കുമല്ലോ.
ഇല്ല, കൊന്നത് ഞാനല്ല, ആ മേഘന. പ്ലീസ് അവനെ പോയി പിടിക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പാവം. എന്തോ അമ്മേ, എന്തോ ഒരു ശബ്ദം കിട്ടേ. എടാ, വെള്ളം കുടിച്ചപ്പോ ഗ്ലാസ് താഴെ വീണതാ. സൂക്ഷിച്ചൊക്കെ വെള്ളം എടുത്ത് കുടിക്കണ്ടേ അമ്മേ? മനുഷ്യന്റെ ജീവൻ നിന്നുപോയി. ഇപ്പൊ ഒന്ന് കണ്ണടച്ചേ ഉള്ളായിരുന്നു. ഞാനും അങ്ങനെ തന്നെയാ. അതിനിടയ്ക്ക് അടുക്കളയില് തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്ന നീ കേട്ടില്ലേ? അവൾ അടുക്കളയിൽ എത്തിയോ? അവളായിരിക്കത്തില്ലടാ, അവിടെ അമ്മയായിരിക്കും. ഓണത്തിന് പിള്ളേരൊക്കെ വരുമല്ലോ, അതുകൊണ്ട് നേരത്തെ അടുക്കള കയറിയതായിരിക്കും. അവക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നമ്മേ? അവളുടെ മോളെ കാണാതായിട്ട് കുറെ ദിവസമായി. എന്നിട്ട് അവക്ക് ഈ പറയുന്ന സങ്കടം ഒന്നും കാണുന്നില്ലല്ലോ അമ്മേ. എടാ, അവള് വരുമെന്നേ കണ്ണൻ നിന്റെ കെട്ടിയൊക്കെ ഉറപ്പ് കൊടുത്തിരിക്കല്ലേ. അതുകൊണ്ടാ ഇപ്പൊ അവക്ക് സങ്കടമൊന്നും അധികം ഇല്ലാത്തത്. എന്നാലും ഇപ്പൊ ഇടയ്ക്കും മാറിയിരുന്ന് കരയുന്നുണ്ടായിരിക്കും. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അമ്മേ, ഇപ്പൊ ഡോറ് തുറന്ന് പുറത്തേക്ക് പോണോ അമ്മേ? നേരം പുലർന്നിട്ട് പോരെ? എടാ, നേരം പുലരുന്നതിന് മുമ്പ് പിള്ളേരിങ്ങി എത്തും. അവരിപ്പോ അമ്പലത്തിൽ ചെന്ന് കാണും. അമ്മേ, നേരം പുലർന്നിട്ട് പുറത്തിറങ്ങിയാൽ മതിയെന്ന് ഇന്നലെ രാത്രി നമ്മൾ രണ്ടാളും തീരുമാനിച്ചല്ലേ? ആഹാ, എന്നാ പിന്നെ ഞാനേ അവളെ ഒന്ന് വിളിക്കട്ടെ, മോഹിനിയെ. സ്വിച്ച് ഓഫാ. കടു പറക്കുന്ന മണം വരുന്നുണ്ടല്ലോ. അവൾ അടുക്കളയിലാ. പ്രേതമായിരിക്കും അമ്മേ. പ്രേതങ്ങൾക്ക് കടു പറക്കുന്ന മണം വരുമോ? അങ്ങനെ ഒരു മണമുള്ളതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഈ സമയത്ത് പോലും എനിക്ക് ഒറ്റയ്ക്ക് മുറി കിടക്കാൻ പേടിയാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീയും കൂടെ അടുക്കളയിലോട്ട് വാ. ഓണമല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ അവളെ ഒന്ന് സഹായിച്ചു കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാനില്ല. അമ്മ വേണമെങ്കിൽ പോയിക്കോ. ആ, എന്നാ പിന്നെ ഞാൻ ചായ ഇട്ടുണ്ട് ഇപ്പൊ വരാം. ഒറ്റയ്ക്ക് പോണോ അമ്മേ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഉണ്ണി കരുണയും കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്നാ പിന്നെ പെട്ടെന്നാവട്ടമ്മേ. ഏതായാലും മോള് വന്നതല്ലേ, കുറച്ച് ദോശ ഞാൻ പാത്രത്തിലാക്കി തരാം, അവിടെയുള്ളവർക്ക് കൊടുക്ക്. അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ അമ്മേ. തോമസ് സാർ ഓണമായിട്ട് എല്ലാം അവിടെ ഒരുക്കിയിരിക്കുവാ. ആയിക്കോട്ടെ, എന്റെ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും കൊണ്ടുപോ. ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ. എടി മോഹിനിയേ, മോഹിനി, എന്താണ് അവിടെ ഒരു തട്ടലും മുട്ടലും? എന്താന്നടി ഇവിടെ? ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കും അമ്മേ. ഈ നേരത്തോ? അതും നേരം വെളുക്കുന്നതിന് മുമ്പ്? അത് പിന്നെ ഉണ്ണിയും കരുണയും കൂടെ കുറച്ച് കഴിയുമ്പോ എത്തൂന്ന് പറഞ്ഞിരുന്നമ്മേ. എന്നാലും അവര് വരുമ്പോ ചൂടോടെ ദോശ ചുട്ടു കൊടുത്താ പോരെ? വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് തണുത്തു പോകണ്ടല്ലോ. അമ്മ നേരത്തെ എഴുന്നേറ്റോ? ആ, ഇവിടുത്തെ തട്ടലും മുട്ടലും ഒക്കെ കേട്ടാ എഴുന്നേറ്റെ. ഇപ്പൊ എല്ലാവരും ഏതോ എണ്ണം കെട്ട പ്രേതത്തെ കാണുമല്ലേ, അതുകൊണ്ട് പിന്നെ എനിക്ക് ഉറക്കവും വന്നില്ല. ശരി, ഉണ്ടാക്ക് ഉണ്ടാക്ക്.
എന്താടേ ഒരു കരിഞ്ഞ മണം വരുന്നത്? അയ്യോ, എടി എടി ദോശ കരിയുന്നടി. നീ എന്തോ നോക്കിയോണ്ട് നിക്ക? അങ്ങോട്ട് മാറി നിക്കടി. അവള് പിന്നെ വന്നടാ. എന്താ ഇവളുടെ മോളുടെ പ്രേതത്തെ കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? നിന്റെ പിന്നില് ആരോ ഉണ്ടായിരുന്നല്ലോ. എന്റെ പിന്നിൽ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതല്ലേ. അയ്യോ എന്താ പ്രതാപ, നിന്റെ കെട്ടിയുടെ പിന്നിൽ അവളിപ്പൊ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. പ്രേതം. നിങ്ങളൊക്കെ എന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇവളുടെ മോളും ഒരേ മനസ്സിന് രണ്ട് ശരീരം ആയതുകൊണ്ട് ഇവളുടെ ദേഹത്ത് അവള് കയറിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സത്യമായിട്ട് ഞാൻ കണ്ടതാ, സത്യമായിട്ട് ഞാൻ കണ്ടതാ. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. മോഹിനി, മോഹിനി, ഞാന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നീ ഇവിടെ ആരോടോ സംസാരിച്ചോണ്ട് നിന്നില്ലായിരുന്നോ? ഞാൻ ആരുമായിട്ട് സംസാരിച്ചില്ല. ഇനിയിപ്പോ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്ക്.